അമ്മേ അവള് വിളിച്ചായിരുന്നു. അവള് പറഞ്ഞ എന്താന്നറിയോ, നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് എത്തിയാ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവരങ്ങ് നോക്കിക്കോളാം. അതെങ്ങനെ ശരിയാവണം? അത് ശരിയാവില്ല. അപ്പൊ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവളോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ലൈക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് അവര് അയച്ചു തരാം, ഫോണിൽ അയച്ചു തരാം, നിങ്ങൾ അത് നോക്കാൻ പറഞ്ഞു. അപ്പൊ ആദ്യം അയച്ചത് എന്താ, സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മളെ കുടുംബവും കുടുംബക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തണം. അതെ, നമ്മളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുടുംബ പേരും കൂടെ പറഞ്ഞിട്ട് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ. എന്നാൽ നമുക്കൊരു വെയിറ്റ് ഉണ്ട്. പടവലെന്നല്ല, ശൂലംകുടി എന്ന് പറയണം, അതല്ലേ നമുക്കൊരു വെയിറ്റ് കാണൂ. നിലവാരം കുറഞ്ഞ തമാശകൾ നടപ്പ് അടിക്കരുത് കേട്ടാ. നമ്മൾ സംസാരിച്ചോളാം. ഞാൻ മിണ്ടത്തില്ല, നിലവാരമുള്ളവര് പറഞ്ഞാൽ മതി. നമുക്ക് കിട്ടാൻ ആക്കിയെന്നറിയാം. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരട്ടെ, അപ്പം തരാം. ഞാൻ മിണ്ടായിരുന്നോളാം. അച്ഛാ, ഈ ഷോയിന്റെ പേരുണ്ടല്ലോ ലവ് 50+ എന്നാ. അവര് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് കല്യാണം, പ്രേമിച്ച് കല്യാണം കഴിച്ചവര്, പിന്നെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല്, പിന്നെ എന്ന് തൊട്ടാണ് പ്രേമിച്ച് തുടങ്ങിയത്, പിന്നെ അങ്ങനത്തെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ, പിന്നെ ജീവിതത്തിനെ കുറിച്ച് പറയാം, പിന്നെ ഈ ന്യൂ ജനറേഷൻ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവരുടെ കാര്യങ്ങള്, പിന്നെ അമ്മായിക്ക് ചാൻസ് യൂസ് ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് വീട്ടുകാരോട് കൺവേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തുറന്നു പറയാം. ആ കേശു പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് അവനും പോടോന്ന്, എന്നിട്ട് അവന്റെ കഥയൊക്കെ അവിടെ പറയണോന്ന്. ഇനി അവന് പെണ്ണ് കിട്ടണ്ടേ? ഈ സ്വഭാവം വെച്ച് പോവാണെങ്കിൽ അവന് പെണ്ണൊന്നും കിട്ടൂല, എനിക്ക് ഉറപ്പാണ്. ആദ്യം അവന്റെ മൂക്കിന് താഴെയുള്ള പഴുതാര മീശ ഉണ്ടല്ലോ, അതൊന്ന് വളരട്ടെ എന്ന് പറ. പിന്നെ അവൻ അങ്ങനെ ആരോടെങ്കിലും ഒക്കെ ഇഷ്ടമുണ്ടെങ്കിലേ നമ്മളിവിടെ വീട്ടുകാരുണ്ട്, നമ്മൾ പോയി അവന്റെ വീട്ടിൽ പോയി സംസാരിച്ചോളാം കേട്ടാ. അല്ലെങ്കിൽ വിളിച്ചോണ്ട് വരാനുള്ള ധൈര്യം ഒന്നും അവനില്ലമ്മ. ആര് പറഞ്ഞാൽ ധൈര്യമില്ലെന്ന്? നാളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കണ മെർലിന്റെ കൈ കയറി പിടിക്കുന്നത്. വിഷയത്തിൽ നിന്ന് ഇങ്ങനെ തെന്നി തെന്നി മാറി മാറി പോണ്. ഓക്കെ, ഞാൻ വിഷയത്തിലോട്ട് വരാം. അച്ഛനും അമ്മയും എന്നാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത്? അതൊക്കെ പറയണോ അവിടെ? ആ, അതൊക്കെ ചോദിക്കും. മറ്റേ പച്ചപ്പട്ട് പാടാ, അത് ഞാൻ അവിടെ പറഞ്ഞോ? നമ്മളും കൂടെ ഒന്നും കേക്കട്ടെ അച്ഛാ, പറ. ആദ്യം കണ്ടുപിട്ടിയ ഞാൻ തന്നെ. ആദ്യം ഞാൻ ഒരു സന്ധ്യ അമ്പലത്തിൽ അല്ലേ, പാഴൂര് അമ്പലത്തിൽ സന്ധ്യക്ക് പൂജ സമയം, ദീപാരാധന സമയത്ത് ചെന്നപ്പോൾ, ദീപാരാധന തൊട്ട് മുമ്പേ ചെന്നു. അപ്പോൾ ഇവള് ആ ചുറ്റുവിളക്ക് കത്തിച്ചോണ്ടിരിക്കും, ഒരു പച്ചപ്പട്ട. കഥയൊക്കെ നമുക്ക് അറിയാളിയാ, ചുമ്മാ ചേച്ചി അടിച്ചോണ്ട് കഥയല്ല, എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ചുമ്മാ. നെക്സ്റ്റ് ഇവനാ അന്നും ഇവ ഇടയിൽ കയറി വന്ന് നിന്നിട്ട് ഇടയിൽ കയറി വന്ന് നിന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവ ഇടയിൽ കയറി നിൽക്കുന്നു, ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നു. എന്നിട്ട് അളിയെന്ന് എഴുതി, മണല്ലേ അളിയെന്ന് എഴുതി. അവൻ മിണ്ടി പോരുത്, ഞാൻ പറഞ്ഞാള് മിണ്ടരുത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടോട്ടും പോയി, പിന്നെ അവള് സ്നേഹിച്ച് ഇങ്ങനെ കണ്ട്, നമ്മൾ പരസ്പരം കണ്ട്, പിന്നെ ലെറ്റർ ആദ്യം അവൾ ലെറ്റർ തന്ന്, അത് ഞാൻ അവിടെ വരാതെ കൊണ്ട് വെച്ച്. പക്ഷെ ആദ്യത്തെ സംഭവം എന്നറിയാം, വേറെ നല്ല രസമായ സംഭവം. ആദ്യം ഞങ്ങൾ പേര് ചോദിച്ചപ്പോഴേ അവൾക്ക് പേരില്ല പോലും, പേരില്ലെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ വിറയിലാത്ത നമ്മൾ നിന്ന്, ആരാരും കണ്ടാൽ മാനം പോകുമെന്നാണ് അവൾ ആദ്യം പറഞ്ഞത്. പിന്നെ അവൾ എൻ്റെ അടുത്തൊന്ന് മാറുകയെന്നായി. പാട്ടല്ലേ എളിയത്? ഏത് പാട്ട്? ദാസാറ് പാടിയ പാട്ട്. ദാസാറ് പാടിയ പാട്ടാണ്. അന്നത്തെ കാലത്ത് ഭയങ്കര ഹിറ്റായത്. ഞാൻ അത് എവിടെ പുറകെ പാടിക്കൊണ്ട് തുടങ്ങി. ഒരുപാട് പ്രാവശ്യം എൻ്റെ എവളെ മാമ വിലക്കേണ്ടത് ഞാൻ ഇങ്ങനത്തെ പാട്ട് പാടിക്കൊണ്ട് എനിക്ക് വിവരമില്ല, സാഹിത്യപരമായിട്ട് പാട്ടാണല്ലോ ഇത്. അങ്ങനെ അപ്പൊ എന്നിട്ട് ആ ലെറ്റർ എവളെ എനിക്ക് ലെറ്റർ തന്നു, ആദ്യത്തെ ലെറ്റർ തന്നു. അത് ഞാൻ സൂക്ഷിച്ച് വെച്ച്, ഇടയ്ക്ക് ഞാൻ അത് എടുത്ത്, അതാണ് പ്രശ്നമായത്. എല്ലാവരും ഞാൻ കാണിച്ചു. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ ബാലു. അന്ന് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് അവളുടെ എല്ലാവർക്കും കൊടുത്തേക്കുന്നു. ചേട്ടാ എന്റെ ഒരു ഫോട്ടോ കോപ്പി കൂടെ തരുമോ? ഞാൻ തരാം, വായിക്കാൻ തരാം. പിന്നെ അതിലുള്ള ഉള്ളടക്കം എന്നറിയാം, രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. എവളുടെ ആഗ്രഹങ്ങൾ. അതായത് എവളുടെ അച്ഛനും അമ്മയും കൂടെ വഴക്ക് കൂടിയിട്ട് രണ്ടാമത് അവർ ആ വഴക്കൊക്കെ മറന്നൊരു സ്നേഹമുണ്ട് രണ്ടുപേരും കൂടെ. അതുപോലെ അവർക്ക് സ്നേഹിക്കണം. അതുകൊണ്ട് നമ്മളെപ്പോലെ വഴക്ക് കൂടിപ്പിക്കും, എന്നിട്ട് അതുപോലെ സ്നേഹിക്കണം. അങ്ങനെ ഭയങ്കര ആഗ്രഹം. അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എപ്പോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. പാടാ കിടന്നു. പിന്നെ ഇവനെ അറിയിച്ചിട്ടാണ് നമ്മൾ പ്രേമിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവര് ഒളിച്ചുകളി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് എണ്ണിപ്പിക്കും. കുറെ നേരം കാണില്ല, എനിക്കറിയാം അവിടെ പോകണം. നമുക്ക് മഴക്കുണ്ടാക്കാം. എന്നിട്ടാണ് ചെലവെടുത്ത് എന്റെ തലക്ക് അടിക്കാൻ വേണ്ടി പോക്കോണം അവിടെ നിന്ന്. ആ കത്തിന്റെ അതിനെ വിട്ടേ കേട്ടോ. ഇപ്പഴേ പറഞ്ഞേക്കാം, ഞാൻ ഇല്ല. അലമ്പാക്കൂന്നേ, ചുമ്മാ രസമൊക്കെയാണ് അമ്മ, രസം സിമ്പിൾ അമ്മ. അടുത്തത് ന്യൂജൻ ലവ് സ്റ്റോറി, അമ്മായിയുടെയും കുട്ടുമാമന്റെയും. അത് പറയാം. നെക്സ്റ്റ് അത് മതി. നിങ്ങൾ പ്രേമിച്ച് കെട്ടിയല്ലേ,
ഛേ പറയട്ടെ, പറയാൻ സമ്മതിക്കൂല. കുറെ നൊസ്റ്റാൾജിയ പറയാനുണ്ട്. അടുത്ത അത് നമുക്ക് കേൾക്കാം. അത് അടുത്ത് വേറെ ആ അത് കഴിഞ്ഞ് ഇനി അടുത്ത അമ്മയുടെ കഥ. ഞാൻ പറയാം. എന്റെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയുടെ കാര്യം അവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം. അടുത്തത് എന്താണ്? അടുത്തെന്താ പാറുക്കുട്ടിക്കുള്ള ചോദ്യം. പാറുക്കുട്ടിയോട് അവര് ചോദിക്കും അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണെന്ന്. അപ്പൊ എന്തു പറയും? അച്ഛൻ അമ്മ ഉമ്മ നോക്കും, മോക്കും കെട്ടിപ്പിടിക്കും. ആറ് നിർത്തിക്കോട്ടാ. എന്നാ പിന്നെ അമ്മ തിരിച്ചു ഉമ്മ നോക്കുന്ന പറയാം. ഈ പരിപാടി കൊച്ചുകുട്ടികൾ കാണുന്ന ഇതൊക്കെയാണ്. ഇതൊന്നും അവിടെ പോയി പറയാൻ പാടില്ല. ലച്ചു ഒരു കാര്യം ചെയ്യ്, ആ കൊച്ചിനടുത്ത് വിളിച്ച് പറഞ്ഞേക്ക് നമ്മള് വരണില്ല. ആ ഇത് ശരിയാവുന്നില്ല. നിങ്ങളുടെ അച്ഛന്റെ വാ ഞാൻ എങ്ങനെയും അടയ്ക്കാം, ഇതിന്റെ വാ അടയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കൊച്ചല്ലേ അമ്മ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദേ ഈ കൊച്ചേ അവരോരോന്ന് ചോദിക്കും, അവനിങ്ങനെ ഓരോന്നോ പറഞ്ഞിരിക്കും. ആ എനർജി കയറി ഇത് വീണ്ടും പറയും, അവർ വീണ്ടും ചോദിക്കും. ഇങ്ങനെ ചോദ്യം മുറുകി അവസാനം നമ്മൾ നാറും, അവർ കയറും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.